ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു നൈറ്റ് വാക്കിന് പോയിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഓർത്തു നാളെ ഫ്രൈഡേ അല്ലേ, അപ്പോൾ എന്തായാലും ഓഫേഴ്സൊക്കെ കാണുമല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്നാൽ പിന്നെ ഒരു പർച്ചേസിന് കയറാൻ. ആദ്യം ഞങ്ങൾ ചപ്പലുള്ള സെക്ഷനിലാണ് കേട്ടോ വന്നത്. ഇവാനി മോൾക്കും ഇഷാനി മോൾക്കുമാണ് കേട്ടോ. സെലക്ട് ആയില്ലയോ? അത് ഓക്കെ ആണോ? ഇഷാനി അടുത്ത് കൈ വെച്ചേക്കുവാണോ? നോക്കട്ടെ ഇഷാനി. ഇഷാനി അത് ഫിക്സ് ആക്കിയോ? സ്പൈഡർമാൻ മോക്ക് സ്പൈഡർമാൻ മതി. വാ, അതിന്റെ വലുതുണ്ട്. ഇഷാനിയുടെ ഇരിക്കുന്നതിന്റെ വലുതൊക്കെ ദാ ഇവിടെ കിടപ്പുണ്ട്. മോക്ക് സ്പൈഡർമാൻ മതിയോ? വേണ്ടായോ? ബാറ്റ്മാനോ? ആ ബെസ്റ്റ്. സ്പൈഡർമാനെ കിട്ടി. ഇനി ബാറ്റ്മാനെ തിരക്കി ഇവിടെ പോകും. ഇത് കണ്ടോ, ഫ്ലാറ്റ്. നല്ല സോഫ്റ്റ് തുണിയും ഇത്. അതെ, അടിയിൽ കുറച്ച് കട്ടിയില്ലയോ? ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് നടക്കുമ്പോഴേ. ഈ സ്പൈഡർമാൻ വേണോ? എല്ലാത്തിനും സ്പൈഡർമാൻ ആണെന്നുള്ളേ. മോള് സ്പൈഡർമാൻ എടുത്തോ? ചേച്ചിയുടെ കയ്യിൽ നോക്കട്ടെ. ഇത് നോക്ക്, നിനക്കല്ലേ ചെരുപ്പ് വേണ്ട. ഒന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇതെങ്ങനെയുണ്ട്? ഇത് വലിയ വെയിറ്റും ഇല്ല, ഇടാൻ നല്ല സുഖമായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്, അത് എടുത്താലോ? ഇത് നോക്കിച്ചാ, ഇതിനകത്ത് ഏതാ ബെറ്റർ? ഇത് കൊള്ളാല്ലയോ? മോളെ ഇതിന് ഇട്ട് നോക്കേ. ഇപ്പത്തെ കാലിട്. ഓ, ഇത്തിരി പുറത്ത് കിടക്കോ വെച്ചാ കാല്. നീളം വെച്ചില്ല. ഒന്നാമത് ഇത് കറക്റ്റാ. കേറ്റിയല്ലേ ഇട്ടേക്കുന്ന മോള്? ഇപ്പഴത്തെ കാലം അത് ഈ വയറ് കെട്ടപ്പോ ഇല്ലയോ? അവിടെ വേറെ നോവലുണ്ടോ? വയറ് അവര് പൊട്ടിച്ചു കളയുന്നേ, വയറ് കാണത്തില്ല. ഇതൊക്കെയാണോ ഇഷാനിക്ക്? ദിവാനിക്ക് ഇത് മതിയല്ലോ. ഇത് വേണോ ഇത് വേണോ? നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാണോ? ഇത് മതി ചേച്ചാ? മതിയടേ. ഇവിടെ ശരിക്കും മണ്ടച്ചാരനെന്ന് പറഞ്ഞേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് സിമ്പിളായിട്ട് ഇവർക്ക് പുറത്തോട്ടൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുമ്പോ ഇടാൻ വേണ്ടിട്ട് വാങ്ങും. ശരി ശരി, ഓക്കെ. ഇതൊക്കെ നമുക്ക് ഈ കൊല്ലം സ്കൂളിൽ പോകുമ്പോ വാങ്ങിക്കാം കേട്ടോ. ഇതോ? യൂണിക്കോൺ. എല്ലാം യൂണിക്കോണാണ് ഇഷ്ടം. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഉണ്ട് മോളെ, രണ്ടെണ്ണം ഏതാ? മോക്ക് എവിടെ പോന്നേനോ? അംഗനവാടി പോന്നേനോ? വാ നമ്മൾ സ്കൂളിൽ പോകുമ്പോ ഇല്ലേ, അന്നേരം നമുക്ക് നോക്കാം. ഇപ്പൊ ബാ. കൊരണ്ടില്ലയോ? സെറ്റ് സാധനം. അത് തുള്ളുന്നൊന്നും അല്ല. ഇത് നമ്മള് വീട്ടിൽ കൊരണ്ടിയൊക്കെ ഇട്ട് ഉപയോഗിക്കത്തില്ലയോ? അതോടൊക്കെയുള്ള സാധനം അല്ല. തുള്ളുന്നതും തോറ്റി പോകും. ഇതിനെയൊക്കെ കണ്ടോ?
വാ വെച്ചിട്ട് നമുക്ക് പെൻസിൽ വാങ്ങാൻ വാ എന്താ എന്താ കുട പിടിച്ചിരിക്കുന്ന ചോദിച്ചാ ഇതൊക്കെ കണ്ട ഞാൻ സ്റ്റക്കാവും പിള്ളേരുടെ. ആ ക്ലോക്ക് അടിപൊളി ക്ലോക്ക്. ആ ആ ഡിൻഡിണ്ടോ. എൻ്റെ ഒരു വാച്ച് വാങ്ങിച്ചു വെച്ചിട്ട് ചെറുതാക്കിയിട്ടില്ല ഇതുവരെ. ആ ഇതാ ഞാൻ പറഞ്ഞു ഇവിടെ ബുക്ക് ഇരിക്കുന്നു. ശരി കേട്ടോ, ബുക്കിൻ്റെ ഫ്രണ്ട് വരെ പോപ്പിറ്റ് അത് കൊള്ളാല്ലേ. പക്ഷെ പെൻസിൽ എന്നാലോ ബുക്കല്ലേ ഇവിടെ ഉണ്ട്, പെൻസിൽ സെക്ഷൻ അവരോ. ആ അതേണ്ടേ നമ്മൾ നേരെ നോക്കുന്നിടത്ത് എന്തോ ബ്രഷും കളർ പെൻസിലൊക്കെ ആണ്. കുറേ ടൈമായിട്ട് ഞങ്ങൾ തേടി പിടിച്ച് നടക്കുന്നത് ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇതൊക്കെയാണ് നിന്നോളൂ, ഒടിഞ്ഞു പോവാതെ. ഇതെടുക്കാല്ലേ, ഇതിന്റെ കുറച്ചുകൂടെ ചെറുതുണ്ടായിരുന്നു, ഇത്രയും ഒന്നും ആവശ്യമില്ലല്ലോ ഇപ്പൊ. അതിന്റെ ചെറുതൊന്നുമില്ല കേട്ടോ, അത്ര വലുതേ ഉള്ളൂ. പക്ഷെ ഏതാ അത്? HB-യുടെ എല്ലാം വലിയ ഇതാ, ഒരുപാടുള്ളത് വലുതുവാ. ചെറുതുണ്ടോ അവിടെ? ആ മോടെ കയ്യിരുന്നേ കുറെ നാളുകൊണ്ട് ഇവര് മൈലാഞ്ചി വേണമെന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ കൈ കൊള്ളുന്ന ഐറ്റമാണെന്ന് പറയുന്നത്. ഹെർബ്സ് ഇതൊരെണ്ണം എടുക്കട്ടെ മൈലാഞ്ചി ഇടാൻ. അതവിടെ വെച്ച് ഒരെണ്ണം മതിയില്ല കൈ കൂടെ. ഇതൊരെണ്ണം എടുക്കട്ടെ ചേച്ചാ, മൈലാഞ്ചി വേണമെന്ന് പറയുന്നത്. നിങ്ങൾക്കാ ഇച്ചായ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പാത്രം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ പോവല്ലേ. ഇരുന്നോ കിടന്നോ ഒക്കെ കഴിക്കാം. പക്ഷെ നമ്മൾ 4 പേരിട്ടിരുന്ന് ഫുഡ് കഴിക്കത്തില്ലേ, അതിന് ബെസ്റ്റ് അല്ലേ. നമ്മൾ 4 പേരിട്ടിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കുമല്ലോ. മോനെ വെള്ളം വയ്ക്കാതെ. ശരിക്കും വാങ്ങിക്കാനാണോ ഇവ? നമ്മൾ 4 പേരിട്ടിരുന്ന് ഫുഡ് കഴിക്കത്തില്ലേ, ഇതോ അതിനപ്പായി പാത്രം വാങ്ങിക്കുന്നുണ്ട്. പൊട്ടുന്നതാണോ സംഭവം അല്ലേ? നോക്കട്ടെ. ആ ഇത് പൊട്ടുന്നതല്ലേ. റേറ്റ് എത്ര? 6.95. ഇതെത്ര? ആ അത് ഇത്തിരിയുടെ വലിപ്പമുണ്ട് ഇത്. നമ്മൾ കഴിഞ്ഞ വട്ടം വാങ്ങിയത് 3 in 1. ഇനി എന്തുവാ? കറിവേപ്പില. അതിനു മുമ്പ് ഉപ്പ് എടുക്കുന്നുണ്ട്. തക്കാളി നോക്കി രസമുണ്ടല്ലേ. ഇത്തിരി കോണമുള്ള മറ്റേ എന്ത് ചെറിയ അല്ലേ മാറുകേട്ടാ. തക്കാളി അതാ അവള് വിളിച്ച് കാണിക്കുന്നത്. 24 രൂപ വില നോക്കി. നാട്ടിലവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. കറിവേപ്പില. എന്നാ പിന്നെ ഓരോ ചപ്പാത്തി പിടിച്ചാലോ? ചപ്പാത്തിക്ക് കറി ഉണ്ടോ അവിടെ? മീൻകറി ഇരിപ്പുണ്ട്. നമുക്കത് കഴിച്ചിട്ട് കിടക്കാം. പൊക്കാരി സ്വീറ്റ് എനർജി ഡ്രിങ്ക്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത്.
ഭയങ്കര മണം. ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ പേരക്കയായ മണം അടിച്ചിട്ട് എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് നോക്കിയെടുത്തയാ. പക്ഷെ എല്ലാം ആടി ഒരു പരിവായി കിടക്കും. നല്ല മണം. നമ്മൾ കൂമ്പിരിക്കുന്നുണ്ടോ നോക്ക്. നമ്മൾ വാഴയ്ക്കകത്തുനിന്ന് എത്ര വെട്ടിക്കളയുന്ന കൂമ്പ്. 10 റംസ് ഈ കൂമ്പിന്. അപ്പം എത്ര നാട്ടിൽ 200 രൂപ സംതിങ് ആയി. പലപ്പോഴും വെട്ടിക്കളയുന്ന സാധനങ്ങൾ. ഒരുപാടാകുമ്പം ഈ പരുവൊക്കെ ആകുമ്പോൾ അയ്യത്ത് വാരി കളയുന്ന ചക്കക്കുരു കിടക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റ് കണ്ടോ. പിന്നെ ഇന്ത്യൻ ഇഞ്ചി കണ്ടപ്പോൾ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും ഇതുപോലെ നല്ല ഇഞ്ചി കിട്ടാറില്ല. അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പർച്ചേസ് എല്ലാം ഏതാണ്ട് കഴിഞ്ഞു. ഇത് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുക. ചെരുപ്പന്തിയെ ചോദിക്കുന്നത്. ആ അതാരുടെ മോടെയാണോ ചേച്ചിയുടെ ആണോ? അതും എടുത്തിട്. മോടെ തരും ഇപ്പം. അവിടെ കാണും മോളെ. ഇപ്പം ബില്ലടിച്ചിട്ട് തരും. നോക്കട്ടെ. ശനിക്ക് കിടക്കാൻ പറ്റുന്നോ? ഇവാനിക്ക് എന്തോ കുഴപ്പം? അതൊരു പ്രശ്നമൊന്നുമില്ല. നടന്നങ്ങ് ശീലമായിക്കോളും. അളവ് കറക്റ്റ് അല്ലയോ? ഞങ്ങളങ്ങനെ ദേ റൂമിലോട്ട് നടക്കുവാണ്. ഇവിടെ വണ്ടിയിലോട്ട് വരേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ. തൊട്ടടുത്താണ്. മാത്രമല്ല ഞങ്ങളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങുന്ന കൂട്ടത്തിലങ്ങ് കയറിയെന്നേ ഉള്ളു. ഇത് ആ കാണുന്നതാണ് ഡിസ്കൗണ്ട് സെൻറ്റർ. അവിടെയാണ് ഞങ്ങൾ വന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ലുലു മാൾ ഉള്ളത്. ഇതാണ് ഇത് ഡിസ്കൗണ്ട് സെൻറ്റർ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ലുലു മാൾ. ഇവിടെയാണ് ഞങ്ങളുടെ റൂം. അപ്പം ഇവാനിക്ക് വിഷനിക്ക് മേടിച്ച ചെരുപ്പെന്ന് വെച്ചാൽ ആ ടൈപ്പ് ചെരുപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിയത്. അവർക്ക് ഇത് ശീലമില്ലായിരുന്നു കേട്ടോ. പുതിയൊരു ചെരുപ്പ് മേടിച്ചത്. അത് ഇടാൻ അറിയത്തില്ല. അത് വിട്ട് റോഡിൽ കൂടെ വഴി കൂടെ നടന്ന് കുസ്തി കാണിക്കുക. കയ്യപ്പ ഇട്ടിട്ട് ശീലമാവും മോക്ക്. കൊച്ചു നടക്കും ചെരുപ്പ് വഴിയിലും കിടക്കും. ചെയ്യാനാ അന്ന് ശരിയാവൂടാ. അതിട്ട് ശീലമില്ലാത്തോണ്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. ലൈക്കാനും കമൻറ്റാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.